ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉസ്താദുമാരുടെ ചിലവുള്ള ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചപ്പാത്തി ചുടുകയാണ്. ചപ്പാത്തിയും പൊറാട്ടയാണ് കേട്ടോ ഉസ്താദുമാർക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾക്ക് വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും കൊടുത്തേക്കണില്ല കേട്ടോ. സാധാരണ നമ്മൾ കഴിക്കുന്നത് എന്തൊക്കെയോ അതൊക്കെ തന്നെ കൊടുത്തേക്കണത്. പിന്നെ എന്താ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബ് ഷോർട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ദോശ ഉണ്ടാക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലത്തെ ദോശച്ചട്ടി ഇപ്പോഴും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതുപോലെ ദോശ ചുടുന്നവരുണ്ടെങ്കിലും. ഇപ്പോൾ കൂടുതലും ഗ്യാസ്മലൊക്കെ ആണല്ലോ, പാൻ വെച്ചിട്ടൊക്കെയാണ് ചിലർ ദോശയൊക്കെ ചുടുന്നത്. അതിന് ശേഷം ഞാൻ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പണിക്കാരുണ്ട് കേട്ടോ, വീട് പണിക്കാരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഞാൻ വീടിൻ്റെ മുന്നേരത്ത് പോയിട്ട് മഴയൊക്കെ ഒന്ന് കണ്ടു ആസ്വദിച്ച് കുറച്ച് സമയം അത് നോക്കി നിന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ശേഷം ആ ഉള്ളിൽ തന്നെ വന്നിട്ട് ചമ്മന്തി ഉണ്ടാക്കാനുള്ളവർക്കാണ്. അപ്പോൾ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കും. അപ്പോൾ ഈ ചമ്മന്തിൻ്റെ റെസിപ്പി മുഴുവനായിട്ടും യൂട്യൂബ് ഷോർട്ടിലും ലോങ് വീഡിയോയിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചെറുതായിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചമ്മന്തിയാണ്, റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഉണക്കമീൻ ഒന്ന് പൊരിച്ചെടുക്കണം. മാന്തളാണ്. അപ്പം അതിൻ്റെ രണ്ട് ഭാഗത്തെ തൊലി കളഞ്ഞിട്ടാണ് പൊരിച്ചെടുക്കണം, നന്നായിട്ട് പൊരിച്ചിട്ട്. പിന്നെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരിപ്പത്ത് അരി തീമിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചോറൊക്കെ വെന്ത് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അയില പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്കലത്തെ ഒരു ഇതാണിത് ഈ കാണിക്കണത്. ഉച്ചക്ക് ഉസ്താദുമാർക്ക് കൊടുത്തയക്കാനും പണിക്കാർക്ക് കൊടുക്കാനും നമുക്ക് കഴിക്കാനൊക്കെ ഉള്ളത് തന്നെയാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഓമക്കായ തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുമ്പളം കറി പോലെ തന്നെ നല്ല ടേസ്റ്റുള്ള കറിയാണ്. പിന്നെ വഴുതന ഉപ്പേരി ഉണ്ടാക്കിയത് അതുണ്ട്. ഇപ്പോൾ ഉസ്താദുമാരുടെ പാത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ചോറ് സാധനങ്ങളൊക്കെ ആക്കുകയാണ്. പിന്നെ കറിയാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ മീൻ പൊരിച്ചതും വഴുതന ഉപ്പേരിയും അതും ഉണ്ടാക്കും. പിന്നെ നമ്മളുണ്ടാക്കിയ ചമ്മന്തിയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തുള്ളത് പപ്പടം കവറിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ ചോറ് കഴിച്ചിട്ടാ, ഞാൻ കറി എടുത്തിട്ടില്ല. പിന്നെ വൈകുന്നേരത്ത് ആങ്ങളെയും നാത്തൂനും കുറ്റിപ്പുറത്തുനിന്ന് വന്നപ്പോൾ ബന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്രീം ബന്നല്ല, ഒരു മസാല ബണ്ണ്, നല്ല മധുരമുള്ള ഒരു ടേസ്റ്റുള്ള നല്ല സാധനം. അത് കഴിച്ചു, ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രിയിൽ എല്ലാവർക്കും സാദാ ചോറും മീൻ മുളകിട്ടതും പയറുപ്പേരിയും മീൻ പൊരിച്ചതുമാണ്. ഇതന്നെ ഉസ്താദുമാർക്കും കൊടുത്ത് നമ്മളും കഴിച്ചത് അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.